നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയുന്തോറും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുതിയ അവതാരങ്ങളാണ് ഇപ്പോൾ പിറവികൊള്ളുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൽപേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്, 31 വയസ്സുകാരനായ ഒരു യുവാവാണ് ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ഇനി ഈ കൽപേഷും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ കൽപേഷിന് ഈ സ്വർണ്ണക്കൊള്ളയിലെ റോൾ എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരിയുടെയും വായിൽ നിന്ന് ആ വമ്പൻ സ്രാവുകളുടെ പേരുകൾ ഇതുവരെ കേട്ടിട്ടില്ല. അത് കേൾക്കുന്നത് വരെ അന്വേഷണം നടക്കും. കൃത്യമായി തന്നെയുള്ള തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേസിന്റെ അവസ്ഥ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2ാം പ്രതി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ട റാന്നി കോടതി. ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി 4 ദിവസത്തേക്കാണ് SITയുടെ കസ്റ്റഡിയിൽ മുരാരി ബാബുവിനെ ഇപ്പോൾ വിട്ടിരിക്കുന്നത്. മുരാരിയെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്തൊരു നീക്കമെന്ന് പറയുന്നത്. സന്നിധാനത്ത് എത്തിച്ചും തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ചെന്നൈയിലും ബാംഗ്ലൂരിലെല്ലാം എത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT സംഘം തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള പല തെളിവുകളും, കേസിലേറെ നിർണായകമാകുന്ന തെളിവുകൾ SIT ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇവിടെ എത്തിച്ചു. ഇനിയുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് SITയുടെ പ്രതീക്ഷ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അന്വേഷണ സംഘം വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള, അതായത് കേരളത്തിൽ വരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു മുഖമല്ല ബാംഗ്ലൂരിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ കഴിവുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഒരു അധോലോകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പണിതിട്ടിട്ടുണ്ടെന്നാണ് SITയുടെ അടക്കം കണ്ടെത്തൽ. അതുകൂടി അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കും. പോറ്റിയുമായി കേരളത്തിലെ തെളിവെടുപ്പും ഇനി ഉടൻ പൂർത്തിയാക്കും. ഗൂഢാലോചനയിൽ മുരാരി ബാബുവിന് വലിയ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കസ്റ്റഡി അനുവദിച്ചതിനെ തുടർന്ന് SIT സംഘം മുരാരി ബാബുവിന് റാന്നി കോടതിയിൽ നിന്ന് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. ഇരുവരെയും ഒരുമിച്ച് തെളിവെടുപ്പിന് കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. അടുത്ത 30 വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി. ഒപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് SIT. കാരണം രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് SIT ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇനി സാവകാശം നൽകാനാകില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുകയാണ്. 1999 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ഉടൻ ലഭ്യമാക്കണം. ശബരിമലയിലെ മരാമത്ത് രേഖകൾ ഉൾപ്പെടെ അന്വേഷണത്തിന് അനിവാര്യമാണ്. രേഖകൾ കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് ഇനി സാവകാശം നൽകാനാവില്ലെന്നും SIT വ്യക്തമാക്കി. കൂടാതെ ഒരു അവതാരം കൂടി ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. കേസിൽ നിർണായക വെളിപ്പെടുത്തുമായാണ് കേസിലെ ഒരു പ്രധാന ഇടനിലക്കാരനായ കൽപേഷ് രംഗത്ത് എത്തിയിരിക്കുന്നത്. കൽപേഷ് രംഗത്ത് എത്തുന്നതിലും വൻ ദുരൂഹതയാണ് ഉയരുന്നത്. ഇതുവരെ മറഞ്ഞിരുന്ന കൽപേഷാണ് പെട്ടെന്നൊരു ദിവസം പുറത്തേക്ക് വരുന്നത്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ കൽപേഷ് എന്നുള്ള പേര് ഉയർന്നു കേട്ടിരുന്നു. ഒരുപക്ഷെ ഗോവർദ്ധനാണ് കൽപേഷ് എന്ന് പോലും സംശയം ഉയർന്നിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പാക്കറ്റ് വാങ്ങി ബെല്ലാരിയിൽ ഗോവർദ്ധന് എത്തിച്ചു നൽകിയെന്നാണ് ഇപ്പോൾ കൽപേഷിന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ് ചെന്നൈയിലെ സ്വർണ്ണക്കടയിലെ ജീവനക്കാരനാണ്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്താണ് കൽപേഷ് എന്നായിരുന്നു ധാരണ. ഇതിനൊപ്പം നാഗേഷ് എന്ന പേരും ചർച്ചകളിൽ എത്തി. എന്നാൽ നാഗേഷ് എന്നൊരാളെ ഇല്ലെന്നാണ് കണ്ടെത്തൽ. ഇതെല്ലാം ബാംഗ്ലൂരിലെ വൻ സ്വർണ്ണക്കട ഗ്രൂപ്പിനെ രക്ഷിക്കാനാണെന്ന സംശയം സജീവമാണ്. അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ കൽപേഷ്, അവിടെയുള്ള ഒരു ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന കൽപേഷും ഇത്രയും വലിയ ഈ ഒരു കൊള്ളയിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടും ഈ നടത്തിയിട്ടുള്ള കൊള്ളയിൽ എങ്ങനെയാണ് കൽപേഷ് വരുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. ഈ ഗ്രൂപ്പിലേക്ക് അന്വേഷണം ഇപ്പോഴും എത്തിയിട്ടില്ല. ശബരിമലയിൽ ഈ മുതലാളിക്ക് വേണ്ടിയും ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റ് സ്പോൺസർമാരെ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് ബാംഗ്ലൂരിലെ ആലപ്പുഴയിൽ വേരുകളുള്ള ശതകോടീശ്വരനായ സ്വർണ്ണക്കടയിലേക്ക് അന്വേഷണം എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വിമർശനം കൂടി ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് കൽപേഷും അവതരിപ്പിക്കുന്നത്. ഉടമയുടെ നിർദ്ദേശമനുസരിച്ച് താൻ പല സ്ഥലങ്ങളിൽ നിന്നും സ്വർണവും മറ്റു ഉരുപ്പടികളും എടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കാറുണ്ടെന്നാണ് കൽപേഷ് വെളിപ്പെടുത്തിയിരിക്കുന്നത്.
അതേസമയം സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്നും കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഇതുവരെ താനുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് കൽപേഷ് പറയുന്നത്. ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നറിയില്ല. എന്നിരുന്നാൽ കൽപേഷിന്റെ മൊഴിയും ഇതിൽ നിർണായകമാണ്. ചാനലുകളിൽ നേരിട്ടെത്തിയാണ് കൽപേഷിന്റെ വെളിപ്പെടുത്തലുകൾ. പോലീസ് ഇയാളുടെ മൊഴി എടുത്തോ എന്ന് ഇനിയും വ്യക്തതയില്ല. ഇതിനിടെയാണ് നാഗേഷ് എന്ന പേര് അബദ്ധത്തിൽ വന്നതാണെന്ന ചർച്ച സജീവമാകുന്നത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയ്ക്ക് എത്തിച്ചു നൽകിയെന്ന് കൽപേഷ് ജെയിൻ സമ്മതിച്ചു. തന്റെ സ്ഥാപനവും ബെല്ലാരിയിലെ റോധാം ജ്വല്ലറി ഉടമയുമായുള്ള ബിസിനസ് ബന്ധത്തിന്റെ പേരിലാണ് സ്വർണം എത്തിച്ചു നൽകിയതെന്നും കൽപേഷ് അവകാശപ്പെട്ടു. ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കൽപേഷ് എന്ന പേര് ആദ്യമായി ഉയർന്നത്. വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ ബാക്കിയുണ്ടായിരുന്ന 476 ഗ്രാം കൽപേഷ് ബെല്ലാരിയിൽ നിന്ന് എത്തിച്ച് നൽകിയെന്നായിരുന്നു പരാമർശം. ജോലി ചെയ്യുന്ന ചെന്നൈ സൗക്കാർപെട്ടിലുള്ള കാളികുണ്ടു ജ്വല്ലറിക്ക് ബെല്ലാരിയിലെ റോധം ജ്വല്ലറിയുമായി ഇടപാടുകളുണ്ട്. ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം കൊണ്ടുപോയെന്നാണ് ഇയാളുടെ അവകാശവാദം. 35,000 രൂപ ഇതിന് പ്രതിഫലം കിട്ടിയെന്നും കൽപേഷ് ജെയിൻ സമ്മതിച്ചു. വെറും ഒരു ഒറ്റമുറി സ്ഥാപനമായ കാളികുണ്ടു ജ്വല്ലറിയും ബെല്ലാരിയിലെ പ്രമുഖ സ്വർണ്ണ ഇടപാടുകാരനും തമ്മിൽ ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്നതും ദുരൂഹമാണ്. ഇതിനെല്ലാം പിന്നിൽ സ്വർണ്ണ മാഫിയയുടെ ഇടപെടലുണ്ടെന്നാണ് സംശയം. രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ് എന്ന 31-കാരൻ 2012 മുതൽ സ്വർണ്ണക്കടയിൽ ജോലി നോക്കുകയാണ്. അതേസമയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിന് പുറത്ത് നടത്തിയ തെളിവെടുപ്പിൽ സ്വർണവും സുപ്രധാന തെളിവും കണ്ടെത്തിയെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ബംഗളൂരു കേന്ദ്രീകരിച്ച് പോറ്റി നടത്തിയ കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടിന്റെ രേഖകളും പിടിച്ചെടുത്തു. പ്രത്യേക സംഘത്തിലെ ഒരു ടീം ബെല്ലാരിയിലെത്തി സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെ ചോദ്യം ചെയ്തിരുന്നു. പോറ്റിയുമായി ഗോവർദ്ധൻ നടത്തിയ പണമിടപാടുകളുടെ രേഖകളും പിടിച്ചെടുത്തു. മറ്റൊരു സംഘം ബാംഗ്ലൂരിലെ പോറ്റിയുടെ വീട്ടിലും പരിശോധന നടത്തി. വീട്ടിൽ നിന്നാണ് 176 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും നാണയങ്ങളും കസ്റ്റഡിയിലെടുത്തത്. പോറ്റിയും സഹ സ്പോൺസറായിരുന്ന രമേശ് റാവുവും ഗോവർദ്ധനും അനന്ത സുബ്രഹ്മണ്യവും ചേർന്ന കെട്ടിടങ്ങളും ഭൂമിയും വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകളും പിടിച്ചെടുത്തു. ദ്വാരപാലക പാളികൾ കൊണ്ടുപോയ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇനി കൽപേഷിന്റെ ഈ ഒരു വരവ് അത് കേസിലേറെ നിർണായകമാണ്. കൽപേഷ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലും വിശദമായിട്ടുള്ള അന്വേഷണം വരും. അതേസമയം തന്നെ മറ്റൊരു കാര്യം, സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും ഇപ്പോൾ PM ശ്രീ ആണെങ്കിലും മറ്റെന്തെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നടക്കുന്ന പല കോലാഹലങ്ങളും കൊണ്ടുവന്ന് ഈ ശബരിമല കൊള്ളയെ അങ്ങ് മുഖാമെന്ന് കരുതി കഴിഞ്ഞാൽ അത് യാതൊരു തരത്തിലും നടക്കാൻ പോകുന്ന കാര്യമല്ല. കൃത്യമായിട്ട് അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള വിഷയമാണ്. ഇത് വിശ്വാസികളെ സംബന്ധിക്കുന്ന വിഷയമാണ്. ഇത്രയും കാലം തങ്ങൾ ആരാധിച്ചിരുന്ന അയ്യപ്പന്റെ സന്നിധിയിൽ ഇത്രയും വലിയ ഒരു കൊള്ളയാണ് നടന്നതെന്ന് അക്ഷരാർത്ഥത്തിൽ കേട്ട എല്ലാ മലയാളികളും ഞെട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ സത്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.